ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം. നമുക്കിന്ന് നല്ല അടിപൊളി പനീർ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 400 ഗ്രാമോളം പനീറാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ശേഷം നമുക്കതിനകത്തേക്ക് 1 ടീസ്പൂണോളം സാൾട്ട്, 1 ടീസ്പൂണിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂണിൽ ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ കസൂരി മേത്തിയോട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് പിന്നെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. പനീറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മളെ കൂട്ടെത്തി ചേരണം. നമ്മുടെ മസാലക്കൂട്ട് പനീറിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെറ്റ് ആണ്ടി 10 മിനിറ്റോളം മാറ്റി വെക്കാം. ആ സമയം നമുക്കൊരു ബോളിനകത്തേക്ക് 500 ഗ്രാം അളവിൽ തൈര്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ശേഷം ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. പാനകത്തേക്ക് 2 ടീസ്പൂണിൽ നെയ്യ് വെച്ചിട്ടുണ്ട്. നെയ്യൊന്ന് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള പനീർ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 4 സൈഡും നമ്മൾ മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് നമുക്ക് സ്വാദ് കൂടുതലുണ്ടാവുക. നമ്മൾ പാൻ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കില്ല. അതേ സമയത്ത് സാധാ ചീനച്ചട്ടി മറ്റു പാത്രങ്ങളാണെങ്കിൽ പനീർ അടി പിടിച്ചുകൊണ്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് ചെയ്യാം. അങ്ങനെ നമ്മുടെ പനീർ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ ജീരകം, 2 ബേ ലീഫ് എന്നിവ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കാം. ശേഷം മീഡിയം വലുപ്പത്തിൽ 2 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അത്യാവശ്യം കളറൊന്ന് മാറി വരുന്നത്, അതായത് ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നല്ല കളർ മാറ്റി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ് എന്നീ 2 ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇതാണ് ചേർത്തത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതെ ശ്രദ്ധിക്കുക. കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള തൈര് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള മസാലക്കൂട്ടിനകത്ത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒന്ന് തിക്കാവുന്നവരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഉള്ളി അരിയുന്നത് പോലെ അരിയാതെ വളരെ നൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞോണം നമ്മളിതിനകത്ത് ചേർക്കാൻ. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. ശേഷം നമുക്ക് ഒരു 5 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടപ്പ് ഊരി നോക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള 1.5 കപ്പ് അളവിൽ അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പനീർ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോയിലാണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ റോസ്റ്റ് ചെയ്തിട്ടുള്ള 2 പച്ചമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് ഒന്നും കൂടി അടച്ചു വെച്ചിരിക്കാം. ഒരു 5 മിനിറ്റോളം അടച്ചു വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പനീർ മസാല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കസൂരി മേത്തി കൂടി നന്നായി തിരുമ്മി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരല്പം മല്ലിയില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പനീർ മസാല തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീടുകളിൽ തയ്യാറായി നോക്കണം. അതോടൊപ്പം കമൻറ്റ് പറയാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.